ഒരു കുട്ടിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസിനൊക്കെ അവർ വളർന്നു വരുന്ന ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ആദൂസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മനസ്സിലായത് ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷമാണ്. അവൻ്റെ ക്യാരക്ടറിലായിക്കോട്ടെ, അവൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിലായിക്കോട്ടെ ഒക്കെ കുറേ ഡെവലപ്മെൻറ്റ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം അവർ നമ്മളെ രണ്ടുപേരും മാത്രം ഉണ്ടാകുന്നൊരു ലോകമല്ലല്ലോ അവർക്ക് കിട്ടുന്നത്. ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, മിങ്കിൾ ചെയ്യുന്നുണ്ട്, കുട്ടികളൊപ്പം കളിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അവന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ പോയിട്ട് ഋത്തുവിൻ്റെ നിലേൻ്റെ ഒപ്പം കളിക്കുമ്പോഴൊക്കെ അവർ അവരുടേതായ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു. ആദൂസിന് ഒരുപാട് മാറ്റം വന്നതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നാട്ടിൽ നിന്ന് കിട്ടിയ കുറേ ഇങ്ങനത്തെ നല്ല നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് 2-3 ഷോർട്സിലായിട്ട് അവന് കിട്ടിയ കുറേ നല്ല മൊമെൻറ്റ്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അവന് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊരു നല്ല മെമ്മറി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.